ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ട് ഉണ്ട് കണ്ടുപിടിക്കാൻ പോവാണ്. യെസ്, അപ്പം നമുക്ക് എന്തായാലും ചാലഞ്ചിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുവാണേ. യെസ് ഗൈസ്, നമ്മുടെ ചലഞ്ച് തുടങ്ങുവാണ്. എന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നോക്കാൻ പോണേ. ഞങ്ങൾക്ക് അറിയുന്ന ഞങ്ങൾ എഴുതാൻ പോവാണ്. ഓക്കെ, ഫേവറേറ്റ് ഫ്രൂട്ട്. ശരിയാണ്, മാംഗോസ്റ്റാണ് ഉത്തരം. അതെ അതെ, ഇവരുടെ 4 എത്രണ്ണ മൊത്തം കൂടി ഞങ്ങളുടെ എല്ലാവരും 2 പേരുടെയും വസ്തുവിലൂടെ 5 എണ്ണം നിപ്പുണ്ട്. എടാ, അതായത് ഇപ്പം എന്താ, എന്റെ വീട്ടിൽ 4 നിപ്പുണ്ട്, ഇവന്റെ വീട്ടിൽ 1 കൂടെ നിൽക്കും. അതെ അതെ, എന്റെ വീട്ടിൽ നിൽക്കുന്ന ഏതാന്ന് പോലും എനിക്കറിയത്തില്ല. ഇവിടെ എങ്ങാണ്ടുണ്ട്, പക്ഷെ ശരിക്കും അത് കായ്ച്ചിട്ടില്ല. ആ, മനസ്സിലായി. ഇവരോട് എനിക്ക് ഒരെണ്ണം കഴിച്ചിട്ടില്ല. ആ, പിന്നെ ഒരെണ്ണം കായ്ച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഒരെണ്ണം പോലും കഴിച്ചിട്ടില്ല. ഫേവറേറ്റ് സോങ്. നിശബ്ദത. ഞാൻ കുറച്ച് എഴുതിയുള്ളൂ കേട്ടോ. കഥയിലെ രാജകുമാരൻ ഗോപകുമാരി. എനിക്ക് അത് കൂടുതലൊന്നും എഴുതാൻ വയ്യ. അല്ല, അതാണ് പാട്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഫേവറേറ്റ് സബ്ജക്ട്. കാണിയടാ, തെറ്റാ. കെമിസ്ട്രി ആണ് ഉത്തരം. ഇവൻ SS ആണ് എഴുതി. പണ്ട് 7 പഠിക്കുമ്പോ SS ആയിരുന്നു. ടീച്ചറോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഇത്രയും വേസ്റ്റായിട്ട് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്ട്. എന്തായാലും 7 ഇഷ്ടമായിരുന്നു. 7 ഇഷ്ടമായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറിനോട് എനിക്ക് എത്ര ഇഷ്ടം ഉണ്ടായിരുന്നോണ്ട് ഞാൻ പക്ഷെ ഇപ്പോഴത്തെ ടീച്ചറിന് ഇഷ്ടക്കേടൊന്നുമില്ല, ഇഷ്ടമാണ്. ബട്ട് എനിക്ക് SS ഇഷ്ടപ്പെടുന്നില്ല. പഠിക്കണത്. ഓക്കെ, അത് ഭയങ്കര കഷ്ടപ്പാടാട്ടോ. ഇനി മൈ ഹോബി. ഞാൻ എപ്പോഴും കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ല സോറി, എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ. എന്ത് പറയുന്നു? വെറുതെ വെച്ചോണ്ടിരിക്കാനാണോ? ഫോൺ വിളിക്കാൻ, ഇയർഫോൺ ഓൺ ഇയർ. ഫോൺ വിളിക്കാനല്ലോ, എഴുതിട്ട് പോവും. എൻജോയ് മ്യൂസിക്. ഇവ കാണാൻ പോയിന്റ്. ഓക്കെ, ഇനി മൈ ഫേവറേറ്റ് ക്ലാസ്. 7th ആണ്. ഇനി മൈ ഫേവറേറ്റ് മൂവി. കറണ്ട് അല്ലേ? രണ്ട് ശരിയാണ്. വാഴ 2. വാഴയായിരിക്കും. ഓക്കെ, ഇനി മൈ ഫേവറേറ്റ് കാർട്ടൂൺ. ഞാൻ ചത്തേന്നൊക്കെയാണ് വെച്ചത്. മിസ്റ്റർ ബി. ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. കാണാതെ പോലും കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. പോടാ കേട്ടോ. അയ്യേ, ഒരു പന്ന സാധനം. എടാ പോടാ. ഓക്കെ, ഇനി ബാലവീർ ഇഷ്ടമായിരുന്നു, പക്ഷെ കേബിൾ ടി വി. അയ്യേ, അതിനകത്ത് മിസ്റ്റർ ബീൻ ഉണ്ട്. നീ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. യെസ് ഗൈസ്, അപ്പൊ ഇനി അടുത്ത എത്രാമത്തെ ചോദ്യമാണോ? 8. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് കളർ. ഇവന്റെ എത്ര ശരിയാണ്? റെഡ് കളർ. ഇവിടെ പിങ്ക് എഴുതി. ഓക്കെ, എന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പേഴ്സൺസ്, ഫ്രണ്ട്സ് ഓർ ഫാമിലി. അല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അത് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. ഒരു ഫ്രണ്ട്സ് ശരിയാണ്. എന്റെ ഫേവറേറ്റ് കാർ. ഞാൻ ഉദ്ദേശിച്ചായിരിക്കും പണ്ട് ഏതൊരു സിനിമയ്ക്കത് കണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേരും ശരിയാ. BMW. ഏത് സിനിമ കണ്ടിട്ട്? ഏതോ ഒരു സിനിമ കണ്ട് പറയുന്നത് കേട്ട്. ഏതാ ഇഷ്ടപ്പെട്ട കാർന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് അത് പറഞ്ഞു. ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ.
അതെനിക്കും പപ്പനും സെയിം ആണ് ഇഷ്ടം. രണ്ടുപേർക്കും ശരിയാണ്. സ്കൂളിൽ ചുമ്മാ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ പുസ്തകം ഫുൾ എഴുതി ഓർക്കാൻ. ഓക്കെ, ഇനി ഫേവറേറ്റ് ആക്ട്രസ്. അതാണ് എനിക്ക് ഇവരുടെ ഉത്തരം. റീസെന്റ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ അങ്ങനെ അഭിനയിക്കുന്ന സിനിമകൾ കുറവാണ്. എങ്കിലും എനിക്ക് ആ നടിയോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ ചില സമയം ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്തോരം സിനിമ ചെയ്തിട്ടുണ്ട്. ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അല്ല എടാ സത്യം പറഞ്ഞ ഇവള് അനശ്വരയാണ്. ഇവൻ മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്തോ കാവ്യമാധവനോട് എന്തോ ഇതുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കാവ്യമാധവനാണ് ഉത്തരം. ഇപ്പൊ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? അല്ല ഇപ്പൊ ഇല്ല. ഓക്കെ, ഫേവറേറ്റ് ഗോഡസ്. ആക്ടിങ് നിർത്തി. പക്ഷെ എങ്കിലും ഫേവറേറ്റ് ഗോഡസ്. രണ്ടും ശരിയാണ്. സാധി. ഓക്കെ, ഫേവറേറ്റ് പ്ലേസ്. ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. സംസ്ഥാനല്ലേ? യെസ്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെ പോകണം. അവിടെ ജില്ല എഴുതി വെച്ചിരുന്നു. കേരളത്തിലാണല്ലോ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം. ഒരു സംസ്ഥാനം. ഒരു എത്ര ചീപ്പായിട്ട് കണ്ടു. എടാ, ഇത് രണ്ടും എഴുതിയിരുന്ന ഒരുത്തരാണ്. ഗോവ. എന്തായാലും എനിക്കിഷ്ടമാണ് ജമ്മു കാശ്മീർ. ഇപ്പൊ പോയി കഴിഞ്ഞാണ്ടല്ലോ മറ്റേ പാകിസ്ഥാൻമാര് വന്നിട്ട് മൂട്ടി മിസൈൽ വിടും. പക്ഷേ യുദ്ധം ഇല്ലാത്ത സമയം പോവായിരുന്നു. എന്നാടി? ഓക്കെ, എന്റെ ഫേവറേറ്റ് മൊബൈൽ ആപ്പ്. ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ചെറുതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം. അവളൊരു യൂട്യൂബ്. എത്ര ദിവസം എന്നിട്ട് അവളിപ്പ ജയിക്കണം കേട്ടോ. എടാ, ഞാൻ ഒരു ചോദ്യം കൂടെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല. ഓക്കെ, എന്റെ ഫേവറേറ്റ് ആക്ടർ. അത് റീസെന്റ് ആയിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. ഒരു സിനിമ അഭിനയിച്ചു കാണില്ല. ഇല്ല കൊറേ സിനിമ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതല്ല ക്യാമറയുടെ പുറകെ ഇരുന്ന ഒരാൾ എന്തൊക്കെയോ പറയുന്നത് പിന്നെ അല്ല. ഞാനിത് മോഹൻലാല്. എനിക്ക് വേറെ രണ്ടും അല്ല കേട്ടോ. ഞാൻ ദിലീപിന്റെ ഫാനാണ്. ഞാൻ ചോദിച്ചു ഈ ഇടയ്ക്ക് വല്ലോട്ട് സിനിമ അഭിനയിച്ചിട്ടുണ്ടോ? ഒറ്റ സിനിമ അഭിനയിച്ചിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് വല്ല ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ടോ ഉദ്ദേശിച്ചു. എനിക്ക് അന്നേരം അറിയായിരുന്നു ദിലീപാണ് ഗൈസ്. അപ്പൊ എന്റെ 11 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആരാണ് വിന്നർ നോക്കാം.